ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുരുവട്ടൂരികളുടെ വൈരുദ്ധ്യത്തിന്റെ കളവണ്ടി യാത്ര പ്രയാണം തുടരുകയാണ്. അന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ് പറയാനുള്ളത് എന്നതുകൊണ്ട് വിലപ്പെട്ട ഒരു ഉപദേശം നമുക്ക് കേൾക്കാം. നാവ് കൊണ്ട് നാം ഒന്നും ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നതൊരിക്കലും ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് മാത്രമല്ല, അത് അവനെ അപകടത്തിലേക്ക് നയിക്കും. നമ്മൾ നാവിനെ എല്ലാ വിഷയത്തിലും സൂക്ഷിക്കണം. ഉപദേശം കേട്ടല്ലോ, കുഞ്ഞമ്മദ് പറഞ്ഞതുപോലെ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഇത് നമ്മളോടുള്ള ഉപദേശമല്ല, ഇനി വരാനിരിക്കുന്ന കുഞ്ഞമ്മദിനോടും നൗഷാദിനോടൊക്കെ ഉള്ള ഉപദേശമാണ്. ഞാൻ ഏതായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. കുറച്ച് വീഡിയോസുകൾ നമുക്ക് ഇങ്ങനെ കാണാം. ഷെറുംബാർക്കുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും കുട്ടിക്കരണം അറിയലുകളുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതും മാറ്റി പറഞ്ഞതൊക്കെ അതിലിങ്ങനെ മാറി മാറി വരും. വൈരുദ്ധ്യങ്ങളുടെ കാളവണ്ടി യാത്ര. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായി കാണാം. എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ? എങ്ങനെ നിങ്ങളുടെ ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ കഴിയും? അന്ന് തന്നെ അവരത് ഞങ്ങളോട് പറഞ്ഞപ്പോ പലരും മുന്നേ ഇത് പറഞ്ഞു. ആ പറഞ്ഞ ആളുകളോട് തർക്കിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ അത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമ്പോ ഇയാൾ നോക്കിക്കോ, നമ്മളെ ഡോക്ടർ അയാളൊരു പൊട്ട പോയത്തം പറയുന്നത് കേട്ടോളൂ. ഷെറ മുബാറക്ക് മസ്ജിദിന്റെ ഫീച്ചർ പ്രസിദ്ധീകരിച്ചു ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ, ഗൾഫിലുള്ള. അതില് ഈ മുടിന്റെ വർത്താനല്ല. എന്താ പറഞ്ഞേ? ഷെയർ മുബാറക്കിന്റെ ഒരു ഫീച്ചർ ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തിരുന്നു, അതിൽ മുടിന്റെ കാര്യമില്ല. ഓന്റെ ഡോക്ടറെ ഷെയർ പറഞ്ഞ മുടിന്നല്ലേ? ഷെയർ മുബാറക്ക് പറഞ്ഞ അവനെ ബർക്കത്താക്കപ്പെട്ട മുടിന്നല്ലേ? ആരെയാക്കുക ഡോക്ടറേറ്റ് കൊടുത്ത്? അതാ ഞങ്ങൾക്കറിയാത്ത. അത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമ്പോ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയണം. ആസാറുകൾ വെച്ച് ഇത് റസൂലുള്ളാന്റേതാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ മതത്തിൽ എന്താണോ ആവശ്യം ആ പ്രമാണം വെച്ച് അത് സനദാകട്ടെ. പറയാലോ, ഞാൻ പറഞ്ഞെങ്കിൽ നിമിറ്റക്കല്ലി മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനദുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീഅത്താണ്, അത് മുജാഹിദിന്റെ ശരീഅത്താണ്. അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തന്റെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ഓൽക്കും ബാധകമാണ്. ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും ബാധകമാണ്. ഇന്ന സമസ്താന്ന് കിട്ടലാണ് ഇപ്പൊ നിങ്ങൾ ആവശ്യം, അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അതൊരു കള്ള ശരീഅത്താണ്. ഏത് അത് കൂട്ടത്തിൽ മനസ്സിലാക്കിയോളി. മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ. ഇതാണ് ഇപ്പൊ SK സമസ്ത ഇവിടെ EK സമസ്തന്റെ മുഷാവറ പാസാക്കിയത്. ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല. അത് കള്ള ശരീഅത്താണ്. ആരൊക്കെയാണോ എല്ലാവർക്കും അത് ബാധകം തന്നെയാണ്. ഏത് സമസ്ത അതിന്റെ പ്രത്യേകതകളാകട്ടെ ഇത് വെച്ച് നിങ്ങൾ വിശദീകരിക്കാത്ത കാലത്തോളം അതിൽ വിശ്വസിക്കാൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയില്ല എന്ന് വളരെ കൃത്യമായി നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. കാരണം എന്താ? 1/2 സെന്റിമീറ്റർ വളർന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. അത് തെളിയിക്കാൻ കാവോ? ഇനിയിപ്പോ മൂപ്പർക്ക് അറിയേണ്ടത് ഈ മുടിക്കെട്ടുകൾ എങ്ങനെ ഉണ്ടായിന്നാണ്. ഞാൻ പറയട്ടെ, മുടിക്കെട്ടുകൾ എന്ന് പറഞ്ഞ് സുഹൃത്തെ ഇങ്ങോട്ട് നോക്കുക, അവിടെ ഒന്നുമില്ല. നിങ്ങളെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞാൻ പറയട്ടെ നിങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് ശേഷവും ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, അവിടുത്തെ മുടി നീളം കൂടുന്നുണ്ടെന്നും അതിൽ നിന്ന് മറ്റു ശിഖരങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും മഹാന്മാരായ ഇമാമിയങ്ങൾ നേരത്തെ എഴുതി വച്ച കിതാബുകൾ ഞങ്ങൾ കാണിച്ചു തന്നാൽ മുടിയുടെ നീളം നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ എന്ന് വളരെ നല്ല മനസ്സോടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പൊതുജനത്തിന് വേണ്ടി പറയുന്നു. പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അഹമ്മദ് ഖസ്റജിയുടെ കയ്യിലുള്ള മുടിക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ തലയിൽ ഉണ്ടായിരുന്ന മുടിയേക്കാൾ നീളമുണ്ട്. അത് സത്യമാണ്. പക്ഷേ പല ബോർഡുകളിലൊക്കെ കാണുന്ന ഈ വലിയ നീളവും ഫ്ലക്സും അതൊക്കെ പലപ്പോഴും സൂം ചെയ്തും മറ്റുമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇത് വേറെ ഒരു കാര്യം. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന മുടിയേക്കാൾ വലിപ്പമുണ്ട്. കൃത്യമാണ്.
സത്യമാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. അതിന് കാരണവുമുണ്ട്. അത് ഖദ്റജി തന്നെ പറഞ്ഞെന്താണെന്നറിയോ? ഖദ്റജി സാക്ഷ്യപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഅർ മുബാറക്ക് അത് അവിടത്തെ വഫാത്തിനു ശേഷവും വളരുന്നുണ്ട് എന്നും അതിൽ നിന്ന് മറ്റു ശിഖിരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്നും വളരെ കൃത്യമായി മുൻകാല ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനിയുടെ അൽ ജവാഹിറുൽ ബിഹാർ, അതുപോലെ തന്നെ അബ്ദുൽ ഗനിയുൻ നാബൽസിയുടെ കിതാബ് തുടങ്ങിയ കിതാബുകളിൽ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എന്റെ സഹോദരൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഒന്ന് പറയും. നബഹാനി തങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സനദിൽ നിന്നും ഏത് വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് മുടി നീളാൻ തുടങ്ങിയത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾ സൂചിപ്പിച്ചു. പറഞ്ഞുതരാം. അത് ഓരോ വ്യക്തിയുടെ അടുത്തുനിന്നുണ്ട്, ലാസ്റ്റ് ഖസ്റജിയുടെ സമീപത്തുനിന്നുണ്ട്, അത് ഉറപ്പന്നെയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട അഹമ്മദ് ഖസ്റജിയുടെ കയ്യിലുള്ള ആ മുടി അത് നീളും എന്ന് കിതാബിൽ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ? അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്. അൽ ജവാഹിർ ഞങ്ങളെ കയ്യിലുണ്ട്. ഇതിൽ പറഞ്ഞ ഇബാറത്ത് ഞാനൊന്ന് വായിച്ചു തരാം. അമ്പലക്കടവ് ഫൈസി ഇതിന്റെ അർത്ഥം മാറ്റാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഞങ്ങളെ മുമ്പിൽ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്നാൽ ഞങ്ങൾ ശരിക്ക് മീസാൻ ഓതിക്കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? അന്നത്തിൽക ശഅറത, റസൂലുള്ളാഹിന്റെ തിരുമുടി റുബമാ തതഹറകു ബിനഫ്സിഹാ, സ്വയം ഇളകാറുണ്ട്, സ്വയം ഇളകാറുണ്ട്. പോരാ, അന്നഹാ തതൂലു, ആ മുടി നീളുന്നുണ്ട്. വയതവല്ലദു മിൻഹാ ശുഅബുൻ, അതിൽ നിന്ന് മറ്റു മുടികൾ ഉണ്ടാകാറുണ്ട്. ഇത് സത്യമാണോ അല്ലേ എന്ന് എന്റെ സഹോദരൻ ഒന്ന് പറയും. ഇതിന് അദ്ദേഹം പ്രാമാണികമായ വല്ല തെളിവുകളും ഉദ്ധരിക്കുന്നുണ്ടോ? പ്രാമാണികമായി അദ്ദേഹം അബ്ദുൽ ഗനിയു നാബൽസി എന്ന പണ്ഡിതന്റെ അംഗീകാരം ഉദ്ധരിക്കുന്നു. അബ്ദുൽ ഗനിയു നാബൽസി എന്ന് പറയുന്ന പണ്ഡിതൻ എവിടെ ജീവിച്ച ആളാണ്? അബ്ദുൽ ഗനിയു നാബൽസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല, ഇത്ര കാലമായിട്ട് കേട്ടിട്ടില്ല. എന്നാ പഠിച്ചോളൂ. നമ്മുടെ ഇമാമീങ്ങളിൽ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ, ഉദാഹരണം ബഹുമാനപ്പെട്ട റൂഹുൽ ബയാന്റെ മുസന്നിഫ് ഇസ്മാഇൽ ഹിഖി അൽ ബറൂസവി തുടങ്ങിയ പണ്ഡിതന്മാര് വരെ അവിടുത്തെ കിതാബിൽ നിന്ന് ഉദ്ധരണി കൊടുത്ത നാബൽസുകാരൻ, അതാ പേര് തന്നെ ഉണ്ട്, നാബൽസുകാരനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി എന്ന ഔലിയാക്കളുടെ നേതാവും സൂഫികളുടെ നേതാവാണ് അദ്ദേഹം. ഈ കിതാബ് ഞാൻ തന്നാ നിങ്ങളൊന്ന് വായിച്ചു തരുമോ സുഹൃത്തെ? വായിച്ചു തരുമോ? അപ്പൊ നിങ്ങൾ വ്യക്തമാക്കിയ കുറച്ച് മുമ്പ് ഞങ്ങൾ സനത് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ എന്ന് പറയുമെന്ന് പേടിച്ചാണ് ഇപ്പൊ കൊണ്ടുവന്ന ഷാറ മുബാറക്കിന്റെ സനത് വായിക്കാത്തത് എന്ന് നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. അല്ലല്ല, അതിൽ നിന്ന് പിന്മാറാൻ സാധ്യത? അതെങ്ങനെയല്ല, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഓരോ കഴിഞ്ഞ വിഷയമല്ല എനിക്ക് ഇപ്പൊ എന്തായെന്നറിയോ? അത് ഞാൻ പറഞ്ഞു തീരാത്തോട് ചോദിക്കും, അത് ചോദിച്ചിരിക്കും. ഞാൻ അതുകൊണ്ടാണ് അതിന് അവസരം തരുമെങ്കിൽ മുഖാമുഖം നിങ്ങൾ പേര് വെക്കരുത്. മുഖാമുഖം പേര് വെക്കണോ അല്ലെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കണ്ടേ. നിങ്ങളെന്തായി അതിരിക്കട്ടെ, ഞങ്ങൾ നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു എന്തേ നിങ്ങൾ പരസ്യമായി ആ സനത് വായിച്ചപ്പോൾ ഇത് വായിക്കാത്തത്. അതിന് ഞാൻ പറഞ്ഞു ഞങ്ങൾ എത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇടപെട്ടു. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ വലിയ ആളുകളായിട്ട് അബുദാബിക്ക് വെല്ലുവിളിച്ചു. കാന്തപുര ഉസ്താദ് അബുദാബി പോകാൻ തുടങ്ങിയിട്ട് കാലത്രയ മക്കളെ, അന്ന് നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല, അന്ന് കാന്തപുര ഉസ്താദ് പോകാൻ തുടങ്ങി. എന്നിട്ട് ആ ഉസ്താദിനെ നിങ്ങൾ വെല്ലുവിളിക്കണം അബുദാബിക്കുണ്ടോ? എന്താ അപ്പത്? അപ്പൊ അതാണ് അബദ്ധം പറ്റിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇനി അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് അബുദാബി എന്നൊന്ന് വായിക്കാൻ, അത്രേ ഉള്ളൂ. ഇത് സഹോദര, അപ്പൊ നാബൽസിനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ കിതാബ് നിങ്ങളൊന്ന് വായിച്ച് ഈ ജനങ്ങളെ മുന്നിലൊന്ന് പറയാൻ നിങ്ങൾ തയ്യാറായാൽ മുടിയുടെ നീളവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കവിടെ അവസാനിപ്പിക്കാമായിരുന്നു. നമ്മുടെ ഒരു വളണ്ടിയർ ഇങ്ങോട്ട് വരും, ഈ കിതാബ് അയാളൊന്ന് വായിക്കട്ടെ. യൂസുഫ് നബഹാനെ അദ്ദേഹത്തിന് അറിയാൻ മുജീബ് ഒന്ന് കൊടുക്ക്, അദ്ദേഹം ഒന്ന് വായിക്കട്ടെ ഈ കിതാബ്. എന്നാൽ ആ വിഷയം കൂടി നമുക്ക് തീരുമല്ലോ. ഓരോ നേരത്തെ സനത് വായിച്ചു, അയാൾക്കത് ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഈ കിതാബ് ഞാൻ അടിവരയിട്ട ഭാഗം ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി അബ്ദുൽ ഗനിയു നാബൽസിൽ നിന്ന് ഇട്ട വരികളാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ വായിച്ച് അതിന്റെ അർത്ഥമൊന്ന് ഈ സദസ്സിനെ കേൾപ്പിക്കൂ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് സുഹൃത്തൊന്ന് വായിച്ചോളൂ. നല്ല രൂപത്തിലാണ് പറയുന്നത്. വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സമ്മതിച്ചല്ലോ നീളമുള്ള മുടിയിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്ന്. അതൊന്നുമല്ല ഈ കിതാബ് സമ്മതിച്ചില്ലേ? അത് പറഞ്ഞല്ലോ. സമ്മതിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരത്തെ ജീവിതകാലത്ത് തലയിലുണ്ടായിരുന്ന സർഫാക്കപ്പെട്ട ശിരസിലുണ്ടായിരുന്ന മുടിയേക്കാൾ നീളമുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിച്ചു. ആ മുടിക്ക് എങ്ങനെ നീളമുണ്ടായി? അതിന്റെ ഉത്തരം നിങ്ങളെ കയ്യിലുള്ള കിതാബിൽ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുടി നമ്മുടെ മുടി പോലെയല്ല, അത് അവിടുത്തെ ജീവിതത്തിന് ശേഷവും അത് നീണ്ടുവരുന്ന മുടിയാണ് എന്ന് ആ കിതാബ്. അതൊന്ന് വായിക്കുങ്ങള്. അത് ഹദ്റജിന്റെ കയ്യിലുള്ള മുടി മാത്രമാണോ നീളം തീരുമാനിച്ചിട്ടുള്ളത്? അത് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഉള്ളത്? വായിക്കി. അദ്ദേഹം കിതാബിൽ സൂചിപ്പിക്കുന്നുണ്ട് നബിന്റെ മുടി അങ്ങനെ നീളം കൂടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കാന്തപുരത്തിന് ലഭിച്ചതും ഹദ്റജിൽ അടുക്കലുള്ളതുമായ മുടി മാത്രമാണോ നീളം കൂടാൻ തീരുമാനിച്ചിട്ടുള്ളത്? അതിന്റെ ഉത്തരം പറയണം. അതിന്റെ ഉത്തരം പറയും. അതിന്റെ ഉത്തരം അതിലുണ്ട്. അത് കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിയല്ല പറയുന്നത്, നേരത്തെ ഉള്ള മുടി നീളുന്നുണ്ട് എന്നാണ് കിതാബിൽ പറയുന്നത്. വായിക്കത്.
വായിക്കി. അത് ശരി, അത് വായിച്ചാൽ അതിന്റെ ഉത്തരം തീരൂലേ? വായിക്കി. വേറെ മുടി നീണ്ടതായിട്ട് ചരിത്രത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അത് ആ കിതാബിൽ ഇത് വായിക്കണതിന് മുമ്പ് ചരിത്രത്തിൽ അങ്ങനെ തെളിവുണ്ട്. വേറെ മുടി നീണ്ടതെന്ന് വ്യക്തമാക്കണം. ഇത് ചരിത്രമാണ്. ഒരു മുടി നീണ്ട വർത്താനല്ല. വേറെ പല സ്ഥലത്തും മുടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അത് തെളിയിക്കാത്തത്? അങ്ങനെ പറയും. ഔറംഗസീബിന്റെ കാലത്ത് റസൂലുള്ളാന്റെ ഷയർ നീണ്ടു എന്നാണ്. ഔറംഗസീബിന്റെ കാലത്ത് കാന്തപുരസ്ഥ ഇല്ല ചങ്ങായി, അതെല്ലാവർക്കും അറിയില്ലേ? ആ മുടി നീണ്ട സംഭവമാണ് ഈ പറയുന്നത്. അത് നിങ്ങളൊന്ന് വായിക്കി. അന്ന തിൽക്ക ഷയറത്തെ അർത്ഥം പറയും. അർത്ഥം പറയും. ഞാനൊന്ന് വായിച്ചു തരാം. നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ വായിച്ചു തരാം. വായിച്ചു. അന്നത്തിൽ കഷാരത്ത, അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചത് അതല്ല. കാന്തപുരത്തിന് നിങ്ങൾ കിതാബ് നൽകാണ്ട് വിഷയം ഗൗരവം കൂട്ടേണ്ട വിഷയമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒരു മുടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പേടിച്ച് സനത് മറച്ചു വെക്കൽ. സമൂഹത്തിന്റെ മുന്നിൽ വായിക്കണം. അത് വായിക്കണം. അത് വായിക്കണം. അങ്ങനെയല്ലെങ്കിൽ സമൂഹത്തിന്റെ ഈമാൻ കൊണ്ട് കളിക്കാണെന്ന് വ്യക്തം മനസ്സിലാക്കണം. നിങ്ങൾ ആ കിതാബ് വായിക്കാൻ തയ്യാറുണ്ടോ? ഇല്ലേ? വായിക്കോ ഇല്ലേ? അത് പറ. വായിക്കോ ഇല്ലേ എന്ന് പറ. വായിക്കുമോ ഇല്ലേ എന്ന് സമുദായത്തോട് പറ. നിങ്ങളുണ്ടല്ലോ ഈ മുടിക്ക് നീളമുണ്ട് എന്ന് പറഞ്ഞ്, ഇല്ല, നിങ്ങളെ കൊണ്ടത് വായിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമാണ്. ഇനി ഇയാളെ ചോദ്യം ഞാൻ പറയട്ടോ. ഈ ചോദ്യം മുജാഹിദ് ചോദിക്കുന്ന ചോദ്യം, എന്തേ അപ്പുറത്തെ മുടി വളരാത്തത്? കണ്ടോളൂ സക്കരിയ സുനായി, നിങ്ങളെ കൂട്ടുകാരനാണ്. റസൂൽ ഹജ്ജത്തുൽ വിദായിൽ കൊടുത്തതിന് ശേഷം കഴിഞ്ഞ 1400 കൊല്ലമായി റസൂലുള്ളാഹിന്റെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ചോദ്യം വന്നു, ഹസ്രത്ത് ബാലിലുള്ള ഒന്നും വളരുന്നില്ലാലോ, ബെല്ലൂരിലുള്ളതും വളരുന്നില്ലാലോ, ഇവിടുത്തെ ഈ അബുദാബിയിലെ ഹസ്രജിന്റെ അടുത്തുള്ളത് മാത്രം എങ്ങനെ വളരുന്നത്? ആ വളർച്ചന്റെ ലിമിറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ നോക്കി, 1/2 സെന്റിമീറ്റർ ഒരു കൊല്ലം കൊണ്ട് വളർന്ന 1400 കൊല്ലം കൊണ്ട് 700 മീറ്റർ വളരണം അല്ലേ? 1/4 സെന്റിമീറ്റർ ആകുമ്പോ 350 മീറ്റർ വളരണം. നല്ല ഗവേഷണ, നിങ്ങൾക്ക് പറ്റിയ ഇമാമ. ഞാൻ ചോദിക്കട്ടെ സഹോദര, ഇയാൾ പറഞ്ഞ നിങ്ങൾ 1/2 സെന്റിമീറ്റർ നീണ്ടാൽ എത്ര 750 സെന്റിമീറ്റർ വളരണം? ഞാൻ ചോദിക്കട്ടെ സക്കരിയ സുലായി, നിങ്ങളെ ഉമ്മങ്ങളെ പ്രസവിച്ചപ്പോ നിങ്ങളെ വലിപ്പത്രായിരുന്നു? പറയണം. ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ എത്ര വലുതായി? ആ വലിപ്പം എല്ലാ കൊല്ലവും ഉണ്ടായാൽ നിങ്ങൾ ദജ്ജാലിന്റെ അത്ര ഉണ്ടാവൂലേ? പറയണം. നിങ്ങൾ പോയത്തം പറയരുത്. ഓരോ കൊല്ലം ഒരുപോലെ വളരലാണോ? എവിടുന്ന് അവരെ കൈനീറ്റ് വരുന്നത്? ഇയാളിങ്ങനെ വളരാ ഓരോ കൊല്ലം. അമീത് പൈസ ആയിക്കോട്ടെ വേണമെങ്കിൽ അയാളിങ്ങനെ ഓരോ കൊല്ലം ഇങ്ങനെ വളർന്നാൽ പിന്നെന്താ? മറ്റേ മുടി എന്താ വളരാത്തത്? പഠിച്ചു വെച്ചോ. മുഅ്ജിസത്ത് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകണമെന്നില്ല മോനെ. അത് മുഅ്ജിസത്തിനെ കുറിച്ച് കുട്ടി പഠിക്കാത്തത് കൊണ്ടുള്ള അബദ്ധമാണ്. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ. അള്ളാന്റെ റസൂല് ഒരു യാത്രയിൽ, ശരിക്കും കേട്ടോളൂ, ഒരു യാത്രയിൽ വെള്ളമില്ലാതെയായി തയമ്മും ചെയ്തു. ശരിക്കും മനസ്സിലാക്കണം. അന്നെന്താ ചെയ്തത്? തയമ്മുമാണ്. അതേ നബി വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. അന്ന് വെള്ളമില്ല. അന്ന് കൈകളിലൂടെ റസൂലുള്ളാഹി വെള്ളം പുറപ്പെടുവിച്ചു. അപ്പൊ ഒരാൾ പറയാണ്, കണ്ടോ നബി തങ്ങൾ ആ വെള്ളം പുറപ്പെടുവിച്ച കൈ നബിന്റെ വശത്തുണ്ടായിട്ട് എന്തേ തയമ്മും ചെയ്തത്? അവിടെ എന്തേ വെള്ളം പുറപ്പെടുവിക്കാത്തത് എന്ന് ചോദിച്ചാൽ അത് യുക്തിവാദമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഒരുപോലെ വളരണമെന്നില്ല സുഹൃത്തെ. ഒന്നുകൂടി പറഞ്ഞുതരാം. ബദ്ർ യുദ്ധത്തിൽ എങ്ങനെ സഹായിച്ചത്? അല്ലാഹ് മലക്കുകൾ ഇറക്കിയിട്ട്. ഉഹുദിലോ മലക്ക് വന്നില്ല. അപ്പൊ ഒരാൾ പറയാണ്, കണ്ടോ ഉഹുദിൽ മലക്ക് വന്നില്ല, അപ്പൊ ബദറിലുമില്ല. അങ്ങനെ പറയല, അങ്ങനെ പറയാൻ പാടില്ല. മുഅ്ജിസത്ത് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അത് നാടൻ ഉദാഹരണം പറഞ്ഞാൽ തന്നെ തിരി. മുഅ്ജിസത്ത് ആവണമെന്നില്ല. അത് ഒരു വയസ്സായ അയാള് ഡോക്ടറെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, എന്റെ കാൽമുട്ടിനൊരു വേദന. ഡോക്ടർ പറഞ്ഞു, വയസ്സായതല്ലേ, കുഴപ്പമില്ല, ആക്കുണ്ടാവും. അപ്പൊ ഇയാളെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ കാലിനും അതേ വയസ്സല്ലേ, എങ്ങനെയുണ്ട്? അതിനെന്താ വേദന ഇല്ലാത്തത്? അപ്പൊ അതൊക്കെ യുക്തിവാദമാണ്. അതുകൊണ്ട് പഠിച്ചോ. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു മുടി വളർന്നത് കൊണ്ട് എല്ലാ മുടിയും വളരണമെന്നില്ല. കാരണം അത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് ഇതൊക്കെ ജനങ്ങൾ പഠിക്കാൻ നിങ്ങൾ ചോദിക്കണം. അൽഹംദുലില്ലാ ഒരുപാട് ആളുകളെ ഇസ്കാല് തീരുന്നുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബിന്റെ നോട്ടം നമ്മുടെ സദസ്സിലേക്ക് ഉണ്ടാകട്ടെ. ഞങ്ങളെല്ലാം മറുപടി പറഞ്ഞു, നീളം വിശദീകരിച്ചു. അത് നീളും. ആ കിതാബ് വായിച്ചാൽ സഹോദര വിഷയം തീർന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആ കിതാബ് ഒന്ന് വായിക്കണം. നിങ്ങളെ വായിക്കുകയാണെങ്കിലാണ് ഞങ്ങൾക്ക് മൈക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇനിയും ചോദിക്കാണ്ട്. നിങ്ങൾ എവിടുന്ന വായിക്കേണ്ടെന്ന് അറിയോ? വാഖ്ബറനി, അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് വായിച്ചാൽ ഇൻഷാ അല്ലാഹ് സഹോദര നമ്മളെ വിഷയം തീരും. നിങ്ങളൊന്ന് വായിക്കും വേം വായി.
ഉസ്താദ് അദ്ദേഹം ചോദിച്ചത് ചരിത്രത്തിലുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചരിത്രത്തിലുണ്ട് എന്നാണല്ലോ ഉസ്താദ് പറഞ്ഞത്. ചരിത്രത്തിലുള്ളതാണ് ആര് പറഞ്ഞത്? യൂസുഫ് നബാനി പറഞ്ഞത്. അതെ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. തീർച്ചയായും. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അത് വായിക്കൽ ബാധ്യത അല്ലേ? അദ്ദേഹത്തിനുള്ളതാണ്. അപ്പൊ ജനങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റൂ. നിങ്ങളുടെ മറ്റു പ്രസംഗങ്ങളുടെ ആവശ്യം ഈ സമൂഹത്തിൽ നമ്മളെ മുഹമ്മദ് രാമന്ദർ അവിടെ മധ്യസ്ഥനെത്തിയിരിക്കുന്നു. അതാണ് ഇപ്പൊ സംഭവം. ഇവിടെ ഞാനടക്കമുള്ള സാധാരണക്കാരാണ് ചോദിക്കുക. എനിക്കറിയില്ല ഈ കിതാബ് വായിക്കാൻ. ഇത് ഏത് എന്താന്ന് പോലും ചിലപ്പോൾ കൂട്ടി വായിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. പണ്ഡിതനായ നിങ്ങൾക്കും ഉസ്താദുമാരും പറയുന്നത് ഞങ്ങൾ പഠിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി അപ്പൊ ഈ കിതാബിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സനത് വായിക്കൂല. ഇത് വായിക്കുമോ? സനത് വായിക്കൂലെന്നല്ലേ സദസ്സിൽ പറഞ്ഞത്? ഇത് വായിക്കാതെ വായിക്കാനാ പറഞ്ഞത്. അത് വായിക്കുന്നത് ഞാൻ ബാക്കി പറഞ്ഞു. അബുദാബിയിൽ നിന്നുള്ള മുടിന്റെ സനത് വായിക്കൂല എന്നല്ല പറഞ്ഞത്. സനത് വായിക്കൂല എന്ന് പറഞ്ഞില്ലേ? സനത് വായിക്കും. അത് വായിക്കില്ല. നിങ്ങളത് വായിക്കുമോ? ഈ സദസ്സിലെ അത് വായിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അബുദാബിയിൽ നിന്നുള്ള സനത് വായിക്കാൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ വിഷയം തീരുമാനവും. നിങ്ങളത് വായിക്കൂല അല്ലേ? നിങ്ങളെ നേതാവിനെ കൊണ്ട് ഞാൻ വായിപ്പിച്ചേരാ. കൊണ്ട് 102 നിങ്ങൾ വായിക്കൂലെന്നോ? നിങ്ങളെ നേതാവിനെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു. കൊണ്ടുപോയാ നമ്മളെ അമ്പലക്കടവിനെ കൊണ്ട്. അമ്പലക്കടവിനെ കൊണ്ടുപോകാം ഞങ്ങളെ. അദ്ദേഹം വായിക്കൂല എന്ന് പറയുന്നതിന് മുമ്പ് വായിച്ചു തരാൻ ഉസ്താദിനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഉസ്താദ് കിതാബ് കൊടുത്തത്, ചരിത്രം ചോദിച്ചത്. പിന്നെ എന്തിനാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത്? ഏത് ഈ ചോദ്യം ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാമോ എന്ന് ചോദിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം മുട്ടിയപ്പോഴാണ് അയാൾ അദ്ദേഹം വായിക്കൂല എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നു. അല്ല അങ്ങനത്തല്ലേ? അല്ല ഇത് സമൂഹത്തിന്റെ ഇടപെടലാണ്. ഉസ്താദ് മാത്രമല്ല ഞങ്ങളും ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടാക്കി. അതുകൊണ്ട് കിതാബ് നിങ്ങൾ വായിക്കൂ സുഹൃത്തെ. ബാക്കി അവിടെ വരും. നിങ്ങൾ വായിക്കൂ. അല്ലാതെ ഒരു സുഹൃത്തുക്കൾ അടങ്ങിയിരിക്കുക. ഞങ്ങളെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾ വിഡ്ഢിയാക്കുകയാണ് ഇവിടുന്ന്. ഒരിക്കലും വിഡ്ഢിയാക്കരുത്. നിങ്ങളും ഞാനും വിശ്വസിക്കുന്ന ഇസ്ലാം സത്യസന്ധമാണെങ്കിൽ, നിങ്ങളുടെ ചോദ്യം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് വായിച്ചിരിക്കണം സഹോദരന്മാർ. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞോളൂ. നമ്മൾ വിട്ടു, പ്രശ്നമില്ല. നിങ്ങൾക്ക് അടുത്ത ചോദ്യം എന്തോ ആവും. നിങ്ങൾ ദ്രോഹിക്കുന്നൊന്നുമില്ല. സൗഹൃദത്തെ ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ ചോദിച്ചു, ഉസ്താദ് പറഞ്ഞു. അത് ബോധ്യപ്പെടാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ലേ? കേൾക്കാൻ ബാധ്യതയില്ല ഞങ്ങൾക്ക്? നിങ്ങൾ ചോദിച്ച സ്ഥിതിയിൽ ഞങ്ങൾക്ക് ധാർമ്മിക ബാധ്യതയില്ല. അതുകൊണ്ട് വായിക്കും. ഹലോ സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥി അത് വായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു ഗൗരവമുണ്ട്. എന്താ അറിയോ? ആ വിദ്യാർത്ഥി നേരത്തെ ചോദിച്ചു ഹസ്രജിന്റെ പക്കൽ ഇത്ര കെട്ട് മുടി എന്നൊക്കെ. അപ്പൊ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ഹബീബ് റസൂലുള്ളാഹിന്റെ ചില മുടികൾ നീണ്ടതായും അതിൽ നിന്ന് വേറെ ശാഖകൾ ഉണ്ടായതായും നമ്മൾ കിതാബ് ഉദ്ധരിച്ചു. അങ്ങനെ കിതാബ് ഉദ്ധരിച്ചപ്പോൾ ഈ കിതാബിന്റെ ഉദ്ധരണികൾക്ക് ബഹാവുദ്ദീൻ കൂരിയാട് തെറ്റായ അർത്ഥം കൊടുത്തു. തെളിച്ചത്തിലുണ്ട്, അത് വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹിന്റെ ചില മുടികൾ അന്നഹ റുബമാ തഹ്തഹറകു ബിനഫ്സിഹ, സ്വന്തമായി അത് ചലിക്കാറുണ്ട് എന്ന് കിതാബിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞതിന് എതിരാണ്. കാരണം ഹസ്രജിന്റെ മുടിക്കെട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹം എതിർത്തത്. പക്ഷെ മുടികൾ ഇങ്ങനെ ധാരാളം ഉണ്ടാകാമെന്ന് കിതാബിൽ കണ്ടപ്പോൾ ഇനി അത് മാറ്റണമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? സ്വന്തമായി ചലിക്കാറുണ്ട് എന്ന് പറഞ്ഞതിന് അദ്ദേഹം അർത്ഥം കൊടുത്തു ചലിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ബാക്കിൽ പിന്നെ അന്നഹു റആഹു ദാലിക്കാന, അത് പറഞ്ഞ വ്യക്തി കണ്ടിട്ടുണ്ടെന്ന്. സാധ്യത കാണൂ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ടെന്ന് പൊട്ടന്മാരല്ലാതെ വേറെ ആരെയും പറയോ? വിഡ്ഢിത്തമാണ്. ഇങ്ങനെ ബഹാവുദ്ദീൻ കൂരിയാട് അത് നമ്മൾ പറയുന്നത്. നമുക്ക് വ്യക്തികളോട് ആർക്കും ദേഷ്യമില്ലല്ലോ, എല്ലാവരും ഒരേമാതിരി തന്നെയല്ലേ. പിന്നെ ഈ ആദർശാണ് ഇവിടെ വിഷയം. പച്ചക്കള്ളം തെളിച്ചത്തിൽ എഴുതി, അമ്പലക്കടവ് കോട്ടക്കൽ വന്നത് ആ വിഷയം തന്നെ ആവർത്തിച്ചു. ലോകത്ത് പല ഭാഗത്തും ആവർത്തിച്ചു. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ആ കിതാബ്. ഈ കുട്ടി വന്നായി ഉയർക്കും. നമുക്കറിയാം, നിങ്ങളെ തലപ്പത്തുള്ള ആളുകൾ വന്നിട്ട് ആ കിതാബ് ഒന്ന് വായിച്ച് അർത്ഥം വെക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരണം. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സാധിക്കില്ല. കാരണം ഞങ്ങൾ ഡോസ് അപ്പുറത്ത് വേറെ വരാണ്ട് ഇതൊക്കെ ശരിപ്പെടാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു മൗലാന മൂസക്കുട്ടി ഹദ്റത്ത് നമ്മൾക്കൊക്കെ വലിയ ആദരിക്കണ ബഹുമാനമുള്ള ആളുകളാണ്. ഒരു വിഷയത്തിനും ഇടപെടാത്ത ചില ആളുകൾ. ഇന്ന് നന്ദിയിലെ പ്രിൻസിപ്പാളായിരിക്കുന്ന അദ്ദേഹം ഈ ഷഅർ മുബാറക്കിന് എതിരായിട്ട് പല വ്യാജമായ പ്രസംഗം നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ മൗലാനയുടെ ക്ലിപ്പ് ഞങ്ങളുടെ പക്കലിലുണ്ട്. സഹോദരന്മാരെ, അദ്ദേഹം പറഞ്ഞത് മർക്കസിലുള്ളത് ഒരു പക്ഷേ സ്വാമിയുടെ മുടിയായിരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഗൗരവമാണ്, ആദർശമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഹുദവി കുട്ടികൾക്കാണ് ഈ വിഷയത്തിൽ വല്ലാത്ത ബേജാറ്. കാരണം എന്താണ് സഹോദരന്മാരെ?
ആ കുട്ടികളെ ഇവർ വഹാബിസത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഇത് തെളിച്ചം മാസികയാണ്. ഈ തെളിച്ചം മാസികത്തിൽ ഒരു ചോദ്യം, സ്ത്രീയും ഹിജാബും ചോദ്യമാണ്. ഇതിന് ഉത്തരം കൊടുക്കുന്നത് ആരാണ്? സാക്കിർ നായിക് എന്ന് പറഞ്ഞ ഹംക്കാണ്. കുറ്റിപ്പുറം വാദീനൂർ സമ്മേളനത്തിൽ വന്ന് ആ സമ്മേളനത്തിൽ മാനം കെടുത്തിയത് ആ ഹംക്കല്ലേ? ആ വഹാബിയാണ് തെളിച്ചം മാസികയിൽ ഉത്തരം കൊടുക്കുന്നത്. ഇങ്ങനെ വഹാബിസത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി ഹുദവി എന്ന് പറഞ്ഞാൽ അത് ഖദീരിയാക്കളുടെ പേര് പോലെയായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആ വിദ്യാർത്ഥിക്ക് സത്യസന്ധതയോടുകൂടി ആ കാര്യം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഇബാറത്ത് വായിക്കാം, അർത്ഥം വെക്കാം. ഇല്ലെങ്കിൽ അമ്പലക്കടവ് അർത്ഥം വെക്കും, മൗലാന വേക്കി വരും ചെയ്യും. അവിടെ വേറൊരു രസം കൂടി ഉണ്ടോളും. ഈ മൗലാന ഹസ്രത്ത്, എന്താണ് പേര്, മൂസക്കുട്ടി ഹസ്രത്ത്, കുറെ ആളുകൾ വിളിച്ചു പോയി. ഒന്നും മിണ്ടാത്ത ആളെന്താ അതിന് മുണ്ടിയത്? അപ്പൊ സംഗതി എന്താണെന്നറിയോ? ഈ അലവിക്കുട്ടി ഹുദവിന്റെ അമ്മോശനാ മൂപ്പര്. അപ്പൊ മരുമകനെ സഹായിക്കാൻ വന്നതാ. തൊലാക്കുവായോ? എല്ലാം അങ്ങനെ തന്നെ. ഇനിയിപ്പോ അവസാനം മൊത്തം തൊലാക്കാണ് കുഴപ്പ. ഏതാനാകട്ടെ, നിങ്ങളാ കിതാബ് വായിക്കണം, കിതാബ് വായിക്കണം. മൗലവി കിതാബ് വായിക്കണം. പണ്ട് കൊട്ടപ്പുറത്തുനിന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ കിതാബ് എടുത്തൊന്ന് വായിക്കണം. എന്നിട്ട് ഞങ്ങളൊന്ന് അർത്ഥം കേൾക്കട്ടെ, വേറൊന്നും കേൾക്കണ്ട. നിങ്ങളെ കുളൂസ് ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ കിതാബ് കൊണ്ടാ തെളിയിച്ചത്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുമുടി വളരുന്നു എന്ന് കിതാബ്. രാമന്തലി അയാൾ വായിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് കൊടുക്കാവുന്നതാണ്. അയാൾ അതാണ് പറയേണ്ടത്. ആ കിതാബ് വായിച്ച അർത്ഥം പറയണം. അർത്ഥം പറഞ്ഞാൽ നിങ്ങളെ വിഷയം തീർന്നു. അപ്പോ ഈ കിതാബിന്റെ വിഷയം മുന്നിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ സനത് അല്ല, വായിക്കുക. സനത് ഞങ്ങൾ വായിക്കുക. ഇത് കിതാബിന്റെ ഇതല്ല. ഇത് വായിക്കാതെ നിങ്ങളെ ഞങ്ങൾ വിടുകയില്ല. ഈ കിതാബിന്റെ ഇബാറത്ത് വായിക്കാതെ നിങ്ങളെ വിടുക ഇല്ല. വായിക്കത് വായിക്കും, അത് വായിക്കും, അത് വായിക്കും. ഇത് വായിക്കുമോനെ, ഇത് വായിക്കും. അർത്ഥം ഞാൻ വായിച്ചത്. നിങ്ങൾ വായിക്കൂല, വായിക്കൂല, വായിക്കൂല. അതാ പറഞ്ഞത്. വായിക്കാൻ നിങ്ങളില്ലെങ്കിൽ കൊണ്ടുപോകാൻ അമ്പലക്കടവിനെ ഞാൻ വായിച്ചുതരാം, വായിപ്പിച്ചു തരാം. നിങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ പഠിപ്പിക്കണോ? കേട്ടോട്ടോ. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. സവിനയം പറയട്ടെ, മറ്റൊരു പ്രശ്നം മുടികളുടെ നീളം തന്നെയാണ്, നീളത്തിന്റെ ആധിക്യം തന്നെയാണ്. ഇത്ര നീളമുള്ള മുടി അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു തങ്ങൾക്കില്ലെന്ന് കൃത്യമായി സ്വഹീഹായ ഹദീസുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ മുടികൾ പിന്നെ എങ്ങനെ നീണ്ടു, എവിടെ നിന്ന് നീണ്ടു? അയാഥാർത്ഥ്യങ്ങളായ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വിഫല ശ്രമം നടത്തുകയാണ്. ജവാഹുർ ബിഹാർ എന്നൊരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദ്ധരണി ഉദ്ധരിക്കുന്നു. അതിന് മുടി നീളുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീണ്ടാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആധികാരികമായ അങ്ങനെ പ്രസ്താവനയില്ല. വിവരമുള്ള പണ്ഡിതന്മാർക്ക് അക്കിതാബ് പരിശോധിച്ചാൽ അവിടെ കാണാൻ സാധിക്കുന്നത്, ഈ പുസ്തകം എഴുതിയ ഗ്രന്ഥമെഴുതിയ യൂസുഫ് നബ്ഹാനി, അദ്ദേഹത്തിന് സയ്യിദ് അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ മദീനയിൽ താമസിക്കുന്ന കാലം ഒരു ഇന്ത്യൻ പണ്ഡിതനെ കണ്ടു. ആ ഇന്ത്യൻ പണ്ഡിതൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാപ്പ നല്ലൊരു പണ്ഡിതനായിരുന്നു. ആ വാപ്പയോട് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ വാപ്പയോട് സ്വാലിഹായ ഒരു മനുഷ്യൻ പറഞ്ഞ വിവരം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു മിനിറ്റ്, അർത്ഥം വെക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ആകെ തെറ്റാൻ പോവാണ് അർത്ഥം. കാരണം എന്താ, ഒരാളെ അനുഭവം പറയാണ്. അതിന്റെ അർത്ഥം അമ്പലക്കടവ്. ഇയാളൊക്കെ അയാൾക്ക് നല്ലൊരു സുഹൃത്തിനെ പിന്നെ നമുക്ക് കൊടുക്കാം. ഏതായാലും ആവട്ടെ, ആദ്യം ഇയാളൊന്ന് അർത്ഥം പറയട്ടെ, ഒന്ന് പറയും. അദ്ദേഹം അറിയിച്ചു, എന്നോട് അറിയിച്ചു, മുടി കൈവശമുള്ള ഒരു വ്യക്തി എന്നോട് അറിയിച്ചു, അന്നഹത്തൂൽ നിശ്ചയം നീണ്ടേക്കാം. നല്ല അർത്ഥ. ബാക്കി വരെ ഒരു മുടിയിൽ നിന്ന് അതിന് ചില്ലകൾ, ശിഖരങ്ങൾ, കൊമ്പുകൾ വളർന്നുണ്ടായേക്കാം. ഇദ്ദേഹം പറയുന്നുണ്ട്. ഒരാൾ അനുഭവം പറയാണ്, ഈ മുടി ഇങ്ങനെ നോക്കിയിട്ട് ഈ മുടി നീണ്ടേക്കാം, ഇതിൽ നിന്ന് ശിഖരങ്ങൾ ഉണ്ടേയാക്കാം. എന്ത് പറ്റിപ്പോയി ചങ്ങാതിമാരെ നിങ്ങൾക്ക്? മുസ്തഖ്ബിലായ ഒരു ഫിഅല് എപ്പോഴാണ് അതിന് ഹാല് ആ രൂപത്തിൽ അർത്ഥം വരിക, അതുപോലെ തന്നെ എപ്പോഴാണ് ഇസ്തിഖ്ബാലിന്റെ മഅന വരിക എന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്യാ ഉസ്സുന്നയിലേക്കോ മർക്കസിലേക്കോ വാ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പക്ഷേ അവിടെ എടുക്കണമെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം, അതിന് അർഹതയും വേണം. അതുണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ ആ അർത്ഥത്തിലോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. അന്നഹാ തതൂലു, അത് നീണ്ടേക്കാം. അതുപോലെ തന്നെ ഇയാൾ പിന്നെ പറഞ്ഞ എന്താ, പിന്നെ പറഞ്ഞ ശരിക്കും കേട്ടോ, ഇയാൾ കിതാബ് തിരിമറി നടത്തുന്ന കോലാത് മുജാഹിദിന്റെ അപ്പുറത്തേക്കാ പോകുന്നത്. റുബമാ തതഹറകു, നീണ്ടേക്കാം, ഇളകിയേക്കാം. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് എന്താ കേട്ടോ, വയത്തവല്ലത് മിന്നാശാബുൻ, അതിൽ നിന്ന് മറ്റു മുടികൾ ഉണ്ടായേക്കാം. ഈ അർത്ഥത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സുഹൃത്ത്? ഒന്ന് പറയും. നിങ്ങൾക്ക് യോജിപ്പുണ്ടോ?
ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങോട്ട് ചോദ്യം വേണ്ടത് ഞാൻ ആണ്ട് ചോദിച്ചാണ്. ഞാൻ ചോദിച്ചൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഇതുവരെയുള്ള സംഭവം അബുദാബിയിലെ മുടി ഞാൻ പറഞ്ഞു. അത് നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത്. നിങ്ങൾ ചൂടാകല്ലേ മനുഷ്യ. ഇനി കേട്ടോ, എന്നാലേ നമ്മളെ മൗലാനനെ കൊണ്ടുപോവാ മുബാറക്. നമ്മളെ മൗലാന ഉണ്ടോ? CD ഉണ്ടോ? കൊണ്ടുപോവാ. അയാള് പറയുന്നത് എന്താ അറിയോ? മൗലാന അർത്ഥം വെച്ചപ്പോ എന്തായി? മുടി വളരുന്നുണ്ട്. പിന്നെ പറഞ്ഞു അതിൽ നിന്ന് ശിഖരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ അമ്പലക്കടവ് വെച്ച അർത്ഥം തെറ്റ്, ഇയാൾ വെച്ച അർത്ഥം തെറ്റ്. അയാളോടൊക്കെ മലയാളത്തിന് ഇത് കേൾക്കണം. നിങ്ങൾ അവിടെ തർക്കിച്ചില്ല. നിങ്ങൾ എന്തിനു വന്നതാ? നിങ്ങൾ ശക്തമായി ഞങ്ങൾ പറയുന്നത് കേൾക്ക്. ഞങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾക്ക്. മർക്കസിൽ ഷായർ മുബാറക്കുണ്ട്, നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ വായിച്ചിരുന്നു, പക്ഷെ അമ്പലക്കടവ് വെല്ലുവിളിച്ചത് കൊണ്ട് ഞങ്ങളത് അവിടെ വായിക്കാന്ന് പറഞ്ഞു. ഇന്നലെയും പേരോട് ഉസ്താദ് ഹസ്രജിയുടെ വീട്ടിന്റെ മുന്നിൽ പോയി 1 മണിക്കൂറോളം കാത്തുനിന്നു. നിങ്ങൾ ഒരാളും പോയില്ല. നിങ്ങൾ ചൊല്ലൂ, ഉസ്താദ് അവിടെ കാത്തിരിക്കുന്നു. 31-ാം തീയതി വരെ ഉസ്താദ് അബുദാബിയിലുണ്ട്. നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ ഫ്ലൈറ്റുകാരും ടിക്കറ്റ് ഞങ്ങൾ എടുത്തു തരാം. ടിക്കറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പിരിച്ചുണ്ടാക്കി തരാം ചങ്ങായിമാരെ. ഇനി മിണ്ടരുതേനെ കുറിച്ച് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ നയം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ വെല്ലുവിളിച്ചു. ആരെങ്ങളോട് വെല്ലുവിളിക്കാൻ പറഞ്ഞു? വലിയ ആളായി. നിങ്ങളെ വായ തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പുറത്തുള്ളത് കാന്തപുരത്തിന്റെ മക്കളാണെന്ന് ഓർക്കണം. നിങ്ങൾ എന്തെങ്കിലും പറയല, അത് അബുദാബിക്ക് വെല്ലുവിളിക്കുമ്പോൾ ഓർക്കണ്ടിരുന്നു. അതാ പറ്റിപ്പോയത്. അതില്ലെങ്കിൽ സംഭവം നടന്നിരുന്നു. നിങ്ങൾ വെല്ലുവിളിച്ചു, കുടുങ്ങി. ഇനി അവിടുന്ന് ഒന്ന് വായിക്കാം. ഹസ്രത്ത് പറയുന്നു, എടുക്കുമാനെ അയാളെ നമ്മളാര് മൗലാന എങ്ങെടുക്ക്. ലാസ്റ്റും കൊണ്ട് അയാളെ അർത്ഥം വെക്കണം, ശ്രദ്ധിച്ചോട്ടോ. മൗലാന അർത്ഥം വെക്കുകയാണ്. കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ്. കേട്ടോളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, പിതാവ് പറഞ്ഞതായി പറയാണ്, ഇന്ത്യയിൽ പല ആളുകളുടെ അടുക്കൽ ഒരുപാട് മുടി, ചില ആളുകളുടെ 1 മുടിയുണ്ട്, ചില ആളുകളുടെ അടുക്കൽ 2 ഉണ്ട്, ചില ആളുകളിൽ 3 ഉണ്ട്. അങ്ങനെ 20ഓളം മുടികൾ ഇന്ത്യയിൽ ചില ആളുകളുടെ അടുക്കലുണ്ട്. 1000 മുടിയൊന്നുമില്ല. എന്നിട്ട് ആ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞൊരു കേട്ടോളൂ. വഅന്നഹു അഖ്ബറഹു മൻ ഇൻദഹു ബഅദു ശഅറാത്തി അന്നഹാ തഖൂലു വയതവല്ലദു മിൻഹാ ശുഅബ്. അതിന്റെ അർത്ഥം കേട്ടോ. ഈ മുടി വഅന്നഹു അഖ്ബറഹു അദ്ദേഹത്തോട് പറഞ്ഞു, മൻ ഇൻദഹു ബഅദു ശഅറാത്ത് എന്ന റസൂലുള്ളാഹിയുടെ മുടി സ്റ്റോക്ക് ചെയ്ത സൂക്ഷിച്ചതായ ആളുകൾ പറഞ്ഞു എന്ത്? അന്നഹാ തഖൂലു, ആ മുടി നീളും. നീ കേട്ടോളൂ, ബാക്കി കേട്ടോളൂ. വല്ലതു മിൻഹാ ശുഅബുൻ ഗൈറു, മാത്രമല്ല മറ്റ് ശാഖകൾ അതിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ? മറ്റാളെന്താ പറഞ്ഞേ? ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ സീഡിയർക്കും നിങ്ങൾ തന്നെ കൊടുക്കും ചെയ്യും. കണ്ടോ? നിങ്ങൾ കിതാബിലടക്കം മറിമായം നടത്തുന്ന നിങ്ങൾ ആളുകൾക്കാണ് ഇത് പറ്റിപ്പോയത് കേട്ടോ. ഇനിയോ ഈ ഡോക്ടറുടെ ഒരു പൊട്ടത്തിനും കൂടി കേൾച്ചരാ. 97 എടുത്ത് മോനെ, നമ്മുടെ ഡോക്ടറില്ലേ, ഞങ്ങൾ വെറുതെ പറയില്ല. DNA ടെസ്റ്റും അറിയില്ല, നീളലും അറിയില്ല, നിങ്ങൾക്ക് സനതും അറിയില്ല, വെല്ലുവിളിക്കാനും അറിയില്ല അറിയില്ല. സമുദായങ്ങളൊപ്പം ഉണ്ടാവും, നിങ്ങൾ വിചാരിക്കണ്ട. കേട്ടല്ലോ, 1/2 സെന്റിമീറ്റർ വളർന്നു എന്നാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്. അത് തെളിയിക്കാൻ ആകൂലാന്ന്. മറ്റേ നമ്മൾ കേട്ടല്ലോ, പിന്നെ അബ്ദുൽ ഗനി നാബൽസിന്റെയും അതുപോലെ യൂസുഫ് നബ്ഹാനിന്റെ ഒക്കെ കിതാബ് ഉദ്ധരിച്ചിട്ട് വളരും, കണിച്ചം വരുമെന്നൊക്കെ കിതാബ് ഉദ്ധരിച്ച് പറഞ്ഞതും കേട്ടല്ലോ. നേരത്തെയുള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും. ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം അന്നുതാ പറയുന്നു. അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് ഒഴിവാക്കി മശായിഖന്മാരെ അടുത്ത് വന്ന്, ജാഹിലിയ കാലാണ്, അത് എടുത്ത് വരാൻ തന്നെ പാടില്ല. ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013 ശേഷമുള്ളത് നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണല്ലോ. പിന്നെ ഈ ഖുറാഫാത്തെന്നും ജാഹിലിയത്തെന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം. അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇവിടെ നൗഷാദിനോട് വളരെ വിനയത്തോടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് 2013 വിഷയമല്ലല്ലോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച കിതാബുകളാണ് നിങ്ങളവിടെ ഉദ്ധരിച്ചത്. ആ കിതാബുകളുള്ള ഇബാറത്ത് ഇപ്പോൾ അവിടെ ഉണ്ടോ? ഇല്ലേ?
ആ ഇബാറത്തിന് ഇപ്പോഴും അതേ അർത്ഥം തന്നെയല്ലേ? ആ പറഞ്ഞത് ശരിയല്ലേ? അതിനുള്ള മറുപടിയും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. അറിയോ, നിങ്ങൾക്ക് ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ ഉസ്താദ് അവറുകളിൽ 100% നമുക്ക് വിശ്വാസമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴോ അൽഹംദുലില്ലാ അതൊരു 200 എന്നതല്ലാതെ ഉസ്താദ് അവറുകൾ പറഞ്ഞത് മുഴുവനും സനദടക്കം എല്ലാം ശരിയാണെന്ന് നേരിൽ കണ്ടപ്പോ ഉസ്താദ് അവറുകൾക്ക് വിളിച്ച് ഞങ്ങൾ വീണ്ടും ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറയുന്ന ഓരോന്നും ഞങ്ങൾ കാണുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് ഉസ്താദ് അവറുകളെ പ്രത്യേകം വിളിച്ചു പറയേണ്ടി വന്നു. കാരണം ഉസ്താദ് പറഞ്ഞു നമ്മൾ നേരെ കാണുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. പണ്ഡിത വിരോധം തീർക്കാൻ മാത്രം ഇറങ്ങി പുറപ്പെട്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവരോട് നൗഷാദ് തന്നെ പറയട്ടെ, താജുലുലമയുടെയും ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള ഈ സമൂഹത്തെ നോവിക്കാനോ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളെ ഇളക്കാൻ കഴിയുന്നവർ ഇന്ന് ലോകത്ത് ജീവിച്ചിട്ടില്ല കേട്ടോ. ഇവരുടെ വൈരുദ്ധ്യ കളവണ്ടി യാത്ര അങ്ങനെ തുടരട്ടെ. രാവിലെ പ്രസംഗം, അതിന് മറുപടി ഉച്ചക്ക്, എല്ലാനും മറുപടി വൈകുന്നേരം, ഇത് 3നും കൂടി മറുപടി വ്യത്യാസം. രാവിലെയൊക്കെ പ്രസംഗിച്ച് പരിചയമുള്ളവർക്ക് ഇതൊന്നും വലിയ പുത്തിരിയാകൂല. അസ്സലാമു അലൈക്കും.